ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയൂ? ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കേട്ടോ. ഇന്നലെ വന്നതാണ്, പക്ഷേ വന്നപ്പോൾ ഉള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് തിരക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി. അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളിവിടെ കണ്ണൂരത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ തെയ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് രേഷ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ആണ് വന്നത്. അപ്പം ഇന്ന് രാവിലെ എണ്ണിച്ച് കുളിച്ച് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരുങ്ങിയില്ല, കുളിച്ചിങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും പോകണം, ഫുഡ് കഴിക്കണം, പിന്നെ പോകുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് കണ്ണൂരെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണ്ടേ. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ഫുഡ് കഴിക്കാനാണ് കേട്ടോ കയറിയത്. പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുലരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഫുഡ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കണ്ണൂർ കോട്ടയിലേക്കാണ്. അവിടെ ചെന്ന് അവിടുന്ന് ഒരു ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കോട്ടയ്ക്കകത്തേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവീസിന് വേണ്ടിയിട്ടുള്ള സോങ്സ്, അങ്ങനെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ആ ഒരു എൻട്രൻസ് ഭാഗം മാത്രമേ നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ. ഈ കോട്ടയ്ക്ക് ഒരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിപ്പോയത് കണ്ണൂരുള്ള ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ പാസ്സൊക്കെ എടുക്കണമായിരുന്നു. പാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 1 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, പെട്ടെന്ന് പോകാൻ പറഞ്ഞ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും 12:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് മേളിൽ കയറാനായിട്ട് കയറിയപ്പോഴാണ് ദൈവമേ മനുഷ്യനൊരു പരുവായി. അങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും കടൽ കാണാമായിരുന്നു. ഒരുപാട് കയറാനുണ്ടായിരുന്നു കേട്ടോ. കുറേ പടികൾ കയറിയിട്ട് അങ്ങനെ മേളിലെത്തിയിട്ടുണ്ട്. മേളിലെത്തിയപ്പം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് മേളിൽ നിന്ന് ബീച്ച് കാണാം. പിന്നെ അതുപോലെ തന്നെ കുറേ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ, തെങ്ങ്, അത് ഇത്. ഞാനൊരു മാതിരി മലയാളത്തനിമയോടെ സംസാരിക്കുന്ന ഗൈസ്. നമ്മളിങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ വന്നിട്ട്, അതായത് ഒരു ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ അതിൻ്റേതായ രീതിയിൽ വേണ്ടേ സംസാരിക്കാൻ, എങ്ങനെ അതിൻ്റേതായ രീതിയിൽ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അറയ്ക്കൽ മ്യൂസിയത്തിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ അവിടെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടയിൽ ഇതുപോലെ കരിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരിക്ക് വാങ്ങിച്ചിട്ട് കരിക്കിൻ്റെ വെള്ളം കുടിച്ചിട്ട് അത് കീറിയിട്ട് അതിൻ്റെ അകത്തെ കരിക്ക് തിന്നുമായിരുന്നേ. ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം കൊണ്ട് കണ്ണൂർ പകുതിയും കവർ ചെയ്യാന്ന്. നടക്കത്തില്ല. ഓ, പകുതിയോ? 2 പോയപ്പോൾ തന്നെ മനുഷ്യനെ പെട്ടിയിലെടുക്കേണ്ട അവസ്ഥയായി. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഒരു ഓട്ടോ പിടിച്ചാണ് റൂമിലേക്ക് പോകുന്നത്. എൻ്റെ ബാഗാണെങ്കിൽ അതിൻ്റെ വള്ളി, ഞാൻ അങ്കമാലിയിലേക്ക് വരുന്ന വഴിയിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും വള്ളി പൊട്ടി വീണായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോളത്തിടാൻ പറ്റത്തില്ലായിരുന്നു. മറ്റേ ബ്യൂട്ടീഷ്യൻ അവർ കൊണ്ട് നടക്കത്തില്ലേ ബാഗ്, ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്, അങ്ങനെയായിരുന്നു ഞാൻ പിടിച്ചുകൊണ്ട് നടന്നത്. അങ്ങനെ പിടിച്ച് എനിക്ക് കൈ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും സൈഡിലിങ്ങനെ തയ്ക്കുന്ന ഇടം കണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി തയ്ക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ഞങ്ങളിതാ പോയിട്ട് ഭയങ്കര ടയേർഡായി കേട്ടോ. അങ്ങനെ റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതാ വൈകിട്ട് ആയപ്പോഴത്തേക്കിനും പയ്യാമൽ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് പോയാലോ. അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക്, ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ഇവിടെ കണ്ട കാഴ്ചയിൽ എന്നെ അതിശയപ്പെടുത്തിയൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ, നമ്മുടെ അവിടുത്തെയൊക്കെ ബീച്ചിൽ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോകും തോറും അവിടുത്തെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിസിലടിച്ച് നമ്മളെ വിളിക്കുമല്ലോ. ഇവിടെ അങ്ങനെ വിസിലടിക്കാനായിട്ട് ആരുമില്ല.
അത് വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ പോയ ബീച്ചിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം അഴീക്കൽ പോയപ്പോഴത്തേക്കിനും അവിടെ വെച്ച് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും വിസിലടിച്ച ആൾക്കാർ ഇങ്ങോട്ട് കയറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പറഞ്ഞാൽ കുഞ്ഞി പിള്ളേർ ആ കടലിൻ്റെ തിരമാലയുടെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പം എനിക്ക് പേടിയായി കേട്ടോ. ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ ഒരു മനുഷ്യനെ ഇറക്കാറ് പോലും ഇല്ല. ഇനി ഇറക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോയപ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല ഇവിടെ അതേ കടലിൻ്റെ അകത്തോട്ട്, അതായത് കടലിൻ്റെ നടുക്കോട്ട് മറ്റേ ചെറിയ ബോട്ടിൽ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായി കേട്ടോ. അയ്യോ, ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ടയേർഡായി കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ വന്നിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് ഇന്ന് പറശ്ശിനിക്കടവിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ റൂം എടുത്തേക്കുന്നത്. ഇനി നാളെ വേണം അമ്പലത്തിൽ കയറാൻ. എൻ്റെ പറയാതിരിക്കും എനിക്ക് വയ്യ. ഞാൻ കണ്ണൂർ വരുന്നെന്ന് വിചാരിച്ചപ്പം മുതൽ എൻ്റെ മുത്തപ്പനെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്ന ഒരാളാണ് കേട്ടോ ഞാൻ നാളെ രാവിലെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്കാണെങ്കിൽ കിടക്കാൻ പോലും തോന്നില്ല. പെട്ടെന്ന് രാവിലെ ആയാൽ മതി. കാരണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മനീഷേട്ടൻ്റെ കൂടെ കണ്ണൂരേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അച്ഛനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു മുത്തപ്പൻ എന്ന് പറഞ്ഞ അമ്പലത്തിനെക്കുറിച്ചും അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ ദൂരെ എങ്ങും പോയിട്ടില്ല, ദൂരത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ റീൽസിൽ എപ്പോൾ നോക്കിയാലും മുത്തപ്പൻ്റെ റീൽസ് ആയിരിക്കും. അങ്ങനെ കണ്ട് എനിക്ക് മുത്തപ്പനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഇപ്പം എനിക്ക് കൈയൊക്കെ ഇങ്ങനെ എനിക്ക് കൈയൊക്കെ ഒരുമാതിരി രോഞ്ചാമം വരത്തില്ലേ, ആ ഒരു ഫീല്. കാല് തറയിൽ കുത്തിയിട്ട് ഒക്കുന്നില്ല. അതെനിക്ക് നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചുമ്മാ തമാശയായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. എനിക്ക് പെട്ടെന്ന് നാളെ ആയാൽ മതി, എനിക്ക് മുത്തപ്പനെ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് വേറൊരു റൂമായിരുന്നു എടുക്കാൻ പോയത്. ആ റൂം ഇഷ്ടപ്പെട്ട്, എന്നാലും എന്തൊക്കെയോ കുറച്ച് ഇഷ്ടക്കേടുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് വേറൊരു റൂം എടുത്ത് അത് ഈ ഒരു മാസമായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ അടിപൊളി റൂമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുപോലെ റേറ്റും ഭയങ്കര കുറവാണ്. ഈ ഒരു റൂമിന് ഞങ്ങൾക്ക് തന്ന റേറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. നല്ല റൂം. ഞാനും രേഷ്മേച്ചിയും കൂടെ അല്ലേ കിടക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കിടക്കാൻ പറ്റും. മാത്രമല്ല TV, AC അതൊന്നും അല്ല മെയിൻ പ്രശ്നം. നല്ല ക്ലീനാണ് കേട്ടോ. റൂമായിക്കോട്ടെ, റൂമിൽ കയറി വരുന്നതായിക്കോട്ടെ, അവിടെ എല്ലാം ഭയങ്കര ക്ലീനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. റൂമിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നാളത്തതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇനിയപ്പം നാളെ പറശ്ശിനി അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഞാൻ. എൻ്റെ ദൈവമേ, പെട്ടെന്നൊന്ന് രാവിലെ ആയാൽ മതി. അതിൻ്റെ മുത്തപ്പ എനിക്ക് കാണാൻ കൊതിയായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗം കാണാവേ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിന്ന് നോക്കും. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ.